രാത്രിയിൽ രക്ഷാദൗത്യം എങ്ങനെ തുടരും എന്നത് സംബന്ധിച്ച് ചില സൂചനകൾ വരുന്നുണ്ട്. നേരത്തെ അവിടെ ലോറി കണ്ടെത്തിയ ഭാഗത്തെ അടിയൊഴുക്ക് കുറയ്ക്കാനായി കൂടുതൽ ഭാഗങ്ങളിൽ ഡ്രഡ്ജിംഗ് നടത്തും എന്ന് അവിടുത്തെ കളക്ടർ ലക്ഷ്മിപ്രിയ അറിയിച്ച കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. രാത്രി ഡ്രോൺ പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ അതിന് പറ്റുന്ന തരത്തിൽ കാലാവസ്ഥ മെച്ചപ്പെടണമെന്നാണ് അറിയുന്നത്. അർജുൻ ലോറിക്കകത്താണോ പുറത്താണോ എന്നത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം ഇനിയും ഉണ്ടായിട്ടില്ല എന്ന് അവിടുത്തെ ജില്ലാ ഭരണകൂടം, അവിടുത്തെ SP, MLA ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള തെരച്ചിലും പരിശോധനയും കൂടി ഇനിയുള്ള മണിക്കൂറുകളിൽ നടക്കും എന്നതാണ് അവിടെ നിന്ന് വരുന്ന സൂചനകൾ. അരുൺ പാറയ്ക്കൽ തുടരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് അവിടെ ഈ നദിയിൽ പലയിടത്തും ഈ മൺകൂനകളൊക്കെ നിൽക്കുന്നുണ്ട്. അതൊക്കെ മാറ്റി അടിയൊഴുക്ക് കുറയ്ക്കാനുള്ള ചില നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്ന് കളക്ടർ അറിയിച്ചതായി ചില സമൂഹ മാധ്യമ പോസ്റ്റുകളൊക്കെ കാണുന്നു. അതിൻ്റെ ആധികാരികത പരിശോധിക്കേണ്ടതാണ്. അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് നമുക്കറിയില്ല. ഈ അർജുൻ വാഹനത്തിലായിരുന്നോ അതോ പുറത്തായിരുന്നോ എന്ന കാര്യത്തിൽ കർണാടകയിൽ അതോറിറ്റികൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വെച്ചായിരിക്കുമല്ലോ അടുത്ത മണിക്കൂറുകളിലെ അവിടെ ദൗത്യം പുരോഗമിക്കുക, അല്ലേ? വിജയകുമാർ, ശരിയാണ്. ഇപ്പോൾ ഈ കലക്ടറുടെ ഒരു പ്രതികരണം, അതായത് കലക്ടർ പറഞ്ഞിരിക്കുന്നത് ഈ അടിയൊഴുക്ക് കുറയ്ക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങും എന്നുള്ളതാണ്. എത്രയും വേഗത്തിൽ അതിനുള്ള ശ്രമം ആരംഭിക്കുമെന്നുള്ളതാണ്. പക്ഷെ നോക്കൂ വിജയകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഷിരൂരിൽ തന്നെയാണ്. ഷിരൂരിൽ അതിശക്തമായ മഴയാണ്, ശക്തമായ കാറ്റും വീശുന്നുണ്ട്. എനിക്ക് ഈ സ്ഥലത്ത് നിൽക്കാൻ കഴിയാതെ ഞാൻ സമീപത്തെ ഒരു കടയിലെ ഒരു പാർക്കിംഗ് കേന്ദ്രത്തിലേക്ക് മാറി നിൽക്കുകയാണ്. നമുക്ക് നിൽക്കാൻ കഴിയാത്തത്ര രീതിയിലുള്ള അതിശക്തമായ കാറ്റും മഴയും ഇവിടെയുണ്ട്. ഗംഗാവലി നദിയിൽ അടിയൊഴുക്ക് രൂക്ഷമാവുന്നൊരു സാഹചര്യം. ഇപ്പോഴും കർണാടക ഉൾക്കാടുകളിലൊക്കെ നല്ല മഴ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നദിയിലെ ജലനിരപ്പ് ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ അടിയൊഴുക്ക് കുറയ്ക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് കൂടുതൽ വിദഗ്ധമായ പരിശോധനകൾ വേണ്ടിവരും. എങ്ങനെയാണ് ഇനി അതായത് അർജുൻ ലോറിക്കകത്താണോ പുറത്താണോ എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിലൊരു സ്ഥിരീകരണം വരുത്തേണ്ടിയിരിക്കുന്നു, ഒരു വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പക്ഷേ ഈ വെള്ളത്തിനടിയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിന് തടസ്സമായി നിൽക്കുന്നത് ഈ അടിയൊഴുക്ക് തന്നെയാണ്. ഒപ്പം ഈ പ്രതികൂലമായ കാലാവസ്ഥയും, നമുക്ക് പുറത്തിറങ്ങി നിൽക്കാൻ കഴിയാത്ത അത്ര രീതിയിലുള്ള അതിശക്തമായ കാറ്റാണ്. ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഒപ്പം ഈ അതിഭീകരമായി വീശുന്ന കാറ്റ് ഈ ഗംഗാവലിക്കരയിൽ നിൽക്കാൻ കഴിയാത്തത്ര ഭീകരമായാണ് ഈ കാറ്റ് വീശുന്നത്. അത് വലിയ തടസ്സമായി തന്നെ നിലനിൽക്കുന്നു. അത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഈ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. എന്തായാലും ഈ ദൗത്യ സംഘത്തിലെ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവർ ഇന്ന് രാത്രിയോടുകൂടി ഇതിൻ്റെ ഒരു വിലയിരുത്തൽ യോഗം ചേരും. നാളെ ഇനി എന്ത് ചെയ്യാൻ കഴിയും, ഇന്ന് രാത്രി ഈ ഡ്രോൺ പരിശോധന ഉൾപ്പെടെ നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയാണ്. ഈ പ്രതികൂലമായ കാലാവസ്ഥയെ തരണം ചെയ്തുകൊണ്ട് ഈ പരിശോധനകൾ മുന്നോട്ട് പോവുക പ്രായോഗികമല്ല. ഈ യന്ത്രങ്ങൾക്ക് തകരാർ സംഭവിക്കും. ഒപ്പം ആ ഭാഗത്ത് നിൽക്കുമ്പോൾ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് അതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. അതായത് ഈ പരിശോധന താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. ഈ നദിയിലെ അടിയൊഴുക്ക് കുറഞ്ഞാൽ മാത്രമാണ് ഈ വെള്ളത്തിനടിയിലേക്ക് മുങ്ങൽ വിദഗ്ധർക്ക് പോയി ക്യാബിനെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ലോറിയെയും അർജുനെയും കുറിച്ച് കൃത്യമായൊരു വിലയിരുത്തലിൽ എത്താൻ കഴിയൂ. അർജുൻ ലോറിക്കുള്ളിലാണോ പുറത്താണോ എന്ന് കണ്ടെത്താൻ കഴിയൂ. ഒപ്പം ചില കോണുകളിൽ നിന്ന് അർജുൻ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിനൊരു ആധികാരികത വേണമെങ്കിൽ, അതിനൊരു വ്യക്തത വേണമെങ്കിൽ ഈ വെള്ളത്തിനടിയിൽ പോയി പരിശോധിക്കണം. പക്ഷേ ഇപ്പോഴുള്ള ഈ പ്രതികൂലമായ കാലാവസ്ഥ അത്തരത്തിലുള്ള ഒരു പരിശോധനയ്ക്ക് തടസ്സം നിൽക്കുന്നുണ്ട് വിജയകുമാർ. അരുൺ, ഇനിയിപ്പോൾ അവിടുത്തെ പുഴയിലെ അടിയൊഴുക്ക് ശക്തമാവുകയാണ്, ഗംഗാവാലിയിലെ അടിയൊഴുക്ക് ശക്തമാവുകയാണ്. ആ ഘട്ടത്തിൽ ഈ നാവികർക്ക് അവിടെ പുഴയിൽ ഇറങ്ങി ഈ ലോറിയുടെ സ്ഥാനത്തേക്ക് എത്തുകയും അതിൻ്റെ ക്യാബിനിൽ പരിശോധന നടത്തുകയും അതല്ലെങ്കിൽ അത് ലോറി മേളിലേക്ക് ഉയർത്തുന്നതിന് ഈ ഉരുക്കിൻ്റെ ഹുക്കുകൾ അതിൽ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യാൻ നേരിട്ട് അവർക്ക് ഇറങ്ങിയല്ലാതെ മറ്റൊരു വഴിയില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പരിശോധനയ്ക്ക് ഒരു പ്ലാനേ ഉള്ളൂ. അത് പ്ലാൻ എ, ഈ നാവികർക്ക് അതിൽ ഇറങ്ങി പരിശോധിക്കുക, അല്ലെങ്കിൽ
ഇറങ്ങി പരിശോധിക്കാൻ തക്ക നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് വരെ കാത്തിരിക്കുക. അതല്ലാതെ മറ്റൊരു പോംവഴിയും ഇല്ലല്ലോ നമ്മളുടെ മുന്നിൽ, അല്ലേ? വിജയകുമാർ, അത് തന്നെയാണ്, കാത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതായത് ഈ കാലാവസ്ഥ ഒന്ന് ശമിക്കും വരെ, ഈ മോശമായ കാലാവസ്ഥ, ശക്തമായ മഴ, ശക്തമായ കാറ്റ് അതൊന്ന് ശമിക്കും വരെ, അടിയൊഴുക്കൊന്ന് കുറയും വരെ കാത്തിരിക്കുക എന്നുള്ളതാണ് ഏകമാർഗം. അതിനെ മറികടന്നുകൊണ്ട് ഇനി എന്ത് ചെയ്യാം? കാരണം യന്ത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ വെള്ളത്തിനടിയിൽ ചെന്ന ഈ ലോറിയിൽ അത് ഹുക്കിടുക, കുളത്തിടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിലൊരു കൃത്യത, ഒരു വ്യക്തമായ ഒരു ചിത്രത്തിലേക്ക് ആ കാര്യം നീങ്ങില്ല. ഈ മുങ്ങൽ വിദഗ്ധരുടെ സേവനം അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ദൗത്യം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുങ്ങൽ വിദഗ്ധരെ ഈ മണ്ണിനടിയിലേക്ക് അല്ലെങ്കിൽ ഈ വെള്ളത്തിനടിയിലേക്ക് ഇറക്കണമെങ്കിൽ അതിൽ ഈ ഒരു അടിയൊഴുക്ക് കുറയണം. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്, ആത്മഹത്യാപരമായ ഒരു തീരുമാനമായിരിക്കും ഈ നാവികസേന ഉദ്യോഗസ്ഥരെ, മുങ്ങൽ വിദഗ്ധരെ വെള്ളത്തിനടിയിലേക്ക് ഈ ഘട്ടത്തിൽ വിടുന്നത്. അത്രത്തോളം ശക്തമായ രീതിയിൽ ഗംഗാവലി ഒഴുകുന്നുണ്ട്, നല്ല ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഒപ്പം എല്ലാ ദിവസവും തിമിർത്ത് പെയ്യുന്ന മഴ, തുള്ളിക്കൊരുകുടം എന്ന രീതിയിൽ തിമിർത്ത് പെയ്യുന്ന മഴയാണ്. ആ മഴയെ അവഗണിച്ചുകൊണ്ട് നമുക്ക് ഈ രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിലൊരു ശമനമുണ്ടാവുന്നതുവരെ കാത്തിരിക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോഴുള്ളത്. ഇതിന് ഒപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ, അതായത് ഇനി എന്തെങ്കിലും പരിഹാരം ഉണ്ടോ ഈ കാലാവസ്ഥയെ ചെറുക്കാൻ, അല്ലെങ്കിൽ ഇതിനെയൊക്കെ മാറ്റി നിർത്തി തരണം ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ വേഗത്തിലാക്കാൻ, ഈ ദൗത്യം വേഗത്തിലാക്കാൻ മറ്റെന്തെങ്കിലും നടപടിക്രമങ്ങൾ ഉണ്ടോ എന്ന് കൂടി ആലോചിക്കുന്നുണ്ട്. ഈ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ ശിരൂരിൽ തന്നെയുണ്ട്. അദ്ദേഹം ഇന്ന് മടങ്ങുമെന്ന് അറിയിച്ചിരുന്നു. ഇനി ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ കാലാവസ്ഥ ഒന്ന് ശമിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ അദ്ദേഹം തുടരുമെന്നും ഒരു വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വേണം. ഈ കൂടുതൽ പരിശോധന ഇനി എങ്ങനെയാണ് എന്നുള്ളത് അതെ ഇന്ന് രാത്രിയോടുകൂടി ആ വിശദമായ യോഗത്തിന് ശേഷം ഉടൻ അറിയാൻ കഴിയും. വിജയകുമാർ. യെസ്, കനത്ത മഴ ശിരൂരിൽ പെയ്യുകയാണ്. ആ മഴയുടെ വലിയ ശബ്ദം അത് ഈ നമ്മളുടെ ലൈവിൽ കേൾക്കുകയും ചെയ്യാം. എത്രത്തോളം ഹെവി റെയിൻ, എത്രത്തോളം പേമാരി കണക്കെ അവിടെ പെയ്യുന്നുണ്ട് എന്നത് അതിൽ നിന്ന് വ്യക്തമാണ്. നാളെയും അവിടെ ഓറഞ്ച് അലേർട്ടാണ് എന്നതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഇതിന് സമാനമായ ഒരു അതിതീവ്ര മഴ നാളെയും പെയ്യും. ഈ കടലിൽ നിന്നൊക്കെ മേഘങ്ങൾ കരയിലേക്ക് കയറി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നീങ്ങുന്നുണ്ട് എന്നത് ഉപഗ്രഹ ദൃശ്യങ്ങളിൽ നിന്നും ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് നാളെയും അവിടെ ഓറഞ്ച് അലേർട്ടാണ്. അപ്പോൾ കാത്തിരിക്കുക എന്നത് മാത്രമാണ് പോംവഴി എന്നതാണ് നമ്മൾക്ക് മുന്നിലുള്ളത്. അല്ലെങ്കിൽ ആ പുഴയിലെ ഒഴുക്ക് കുറയുന്നത് വരെ നാവിക ഉദ്യോഗസ്ഥർക്ക് നേരിട്ടിറങ്ങി പരിശോധിക്കാൻ കാത്തിരിക്കേണ്ടി വരും. മിഷൻ ശിരൂർ നീളും, അത് കാത്തിരിക്കേണ്ടി വരും എന്നതാണ് ഈ രാത്രി വൈകിയും ശിരൂരിൽ നിന്ന് ലഭ്യമാകുന്ന എല്ലാ സൂചനകളും വ്യക്തമാകുന്നത്. അതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു പ്ലാൻ ബി ഉണ്ടോ രക്ഷാ ദൗത്യത്തിന് എന്നത് ഈ ഘട്ടത്തിലും വ്യക്തമല്ല. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ വ്യക്തമായേക്കും.